കടുത്ത പോരാട്ടമാണ് നടന്നതെങ്കിലും പാലക്കാട് ജില്ലയിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്താൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ 6 സീറ്റുകളിലെങ്കിലും വിജയം നേടാമെന്ന കണക്കുകൂട്ടലിലാണ് UDF. പാലക്കാട്ടും മലമ്പുഴയിലുമാണ് NDAയുടെ കണ്ണ്. താരതമ്യേന ഇടതുമുന്നണിക്ക് മേൽക്കോയ്മയുള്ള ജില്ലയാണ് പാലക്കാട്. കടുത്ത മത്സരമാണ് ഇത്തവണ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നടന്നതെങ്കിലും കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മണ്ണാർക്കാടും പാലക്കാടും ഇത്തവണയും കൈവിടുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ. എന്നാൽ മണ്ണാർക്കാട് ശക്തമായ പോരാട്ടം ഇത്തവണ കാഴ്ചവെച്ചത് നേരിയ പ്രതീക്ഷയ്ക്കും വക നൽകുന്നുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. മന്ത്രി MB രാജേഷും VT ബൽറാമും തമ്മിൽ ഏറ്റുമുട്ടിയ തൃത്താല നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പട്ടാമ്പിയും ഭൂരിപക്ഷം കുറഞ്ഞാലും മുഹമ്മദ് മുഹസിൻ വിജയിക്കുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. ഒറ്റപ്പാലത്ത് PK ശശി ഉയർത്തിയ വെല്ലുവിളി മറികടന്ന് വിജയം നേടുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഷൊർണൂരും മലമ്പുഴയും ചിറ്റൂരും ആലത്തൂരും നെന്മാറയും തരൂരും വിജയിക്കുന്ന മണ്ഡലങ്ങളായി തന്നെ ഇടതുമുന്നണി കരുതുന്നു. എന്നാൽ മണ്ണാർക്കാടും പാലക്കാടും കൂടാതെ തൃത്താല, പട്ടാമ്പി, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുകൾ. കോങ്ങാട് ശക്തമായ മത്സരം നടന്നതായും കാറ്റ് KA തുളസിയിലൂടെ UDF പക്ഷത്തേക്ക് ചായുമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് അണികൾ. PK ശശി പക്ഷത്തിന് സ്വാധീനമുള്ള മേഖല കൂടി ഉൾപ്പെടുന്നതാണ് കോങ്ങാട് മണ്ഡലം. പട്ടാമ്പിയിൽ കട്ടയ്ക്കുള്ള മത്സരമാണെങ്കിലും പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഒറ്റപ്പാലം PK ശശിയിലൂടെ ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പുകൾ. ചിറ്റൂരും സുമേഷ് അച്യുതനിലൂടെ വലത്തോട്ട് ചായുമെന്ന് കരുതുന്നു. അതേസമയം പാലക്കാടും മലമ്പുഴയിലുമാണ് NDAയുടെ പ്രതീക്ഷ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് താമര വിരിയിക്കുമെന്ന് തന്നെ BJP വൃത്തങ്ങൾ കരുതുന്നു. എന്തായാലും പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്നത് സംസ്ഥാന ഭരണത്തിലും ഇടത് വലതു മുന്നണികളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒന്നാവും.